ഇതെന്ത് വർത്തമാനം നിങ്ങൾ ഈ പറയുന്നത്? അവക്ക് ഈ മംഗലത്തിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പിന്നെ അങ്ങനെ തോന്നുമ്പോ വേണമെന്ന് വേണ്ടെന്ന് പറയുന്നത് കുട്ടിക്കളിയാ? അല്ല, ഈ പറയും പോലെ ഇതിപ്പോ മനുഷ്യന്മാരെ വാക്കിന് ഒരു വിലയില്ലേ? താലിമാല വരെ വാങ്ങി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാട്ടുകാരുടെ എല്ലാവരും കൂടിയാണ്. ചക്രപാണി നല്ലവനാണെങ്കിൽ നല്ലവനാ, ചീത്തയായ മഹാ ചീത്തയാ. പെൺകുട്ടിക്ക് ഇപ്പൊ മംഗലത്തിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? അത് മംഗലം ആലോചിക്കുമ്പോഴേ പറയേണ്ടതാ. ഒരു കാര്യം ചെയ്യ്, മൂത്ത പെണ്ണിനല്ലേ സമ്മതക്കുറവുള്ളൂ. ഇളയത് 2 നിൽക്കുന്നുണ്ടല്ലോ, അതിലൊരെണ്ണത്തിനെ കെട്ടിച്ചോട്. ചേരണ മുട്ടുന്നു. ഇതെന്താ കാലിക്കച്ചോടാ? നിനക്ക് കെട്ടിച്ചേരാ ഇവിടെ പെൺകുട്ടികളില്ല. തീർന്നില്ലേ? ഇനി കൂടുതൽ സംസാരിക്കണ്ട. ഇറങ്ങി എല്ലാരും. എടോ, മഞ്ഞ നിറം മാറാത്ത പീറ ചെക്കൻ ആരോടാ നീ സംസാരിക്കണേന്ന് അറിയോ? നായിന്റെ മോനെ വാക്ക് മാറ്റി മനുഷ്യനെ കളിയാക്കിയതും പോരാ. അവരിപ്പോ എത്തിയിട്ടുണ്ടാവോ? ദൈവത്തിനറിയാം. അവരകത്തുണ്ട്. എന്താ നീ അവിടെ നിന്നാ മതി. നീ അവിടെ നിന്നോ, അവിടെ വേണേ കിടന്നോ, ഒരു കുഴപ്പമില്ല. കുപ്പുവച്ച മൂശാരിയോട് ഞങ്ങൾ പലതവണ കച്ചവടം നടത്താൻ വന്നതാ. അന്നൊന്നും അയാൾ ഞങ്ങൾക്ക് കണ്ണാടി തരാൻ തയ്യാറായില്ല. ഞാൻ തങ്കു വന്ന് പറഞ്ഞപ്പോഴാ ആല കൈമാറി കുമാരൻ കണ്ണാടി വാർക്കാൻ തുടങ്ങിയ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ഇനിയിപ്പൊ നമുക്ക് കുമാരനുമായിട്ട് കച്ചവടം ഉറപ്പിക്കാമല്ലോ. ഏയ്, കച്ചവടം കുമാരനുമായിട്ടല്ല, ഞാനുമായിട്ട്. നിങ്ങൾ എനിക്ക് പണം തരുന്നു, ഞാൻ നിങ്ങൾക്ക് കണ്ണാടി തരുന്നു. ബിസിനസ് നമ്മൾ തമ്മില്. ആല കൈമാറാൻ അമ്മാവൻ തീരുമാനിച്ചാലേ ഉള്ളൂ. അത് കൈമാറി പഠിച്ചു വന്നാലേ കുമാരേട്ടന് കണ്ണാടി വാർക്കാൻ പറ്റൂ. മതി, പതുക്കെ മതി. മറ്റാരെങ്കിലുമായി കച്ചവടം ഉറപ്പിക്കും മുമ്പ് നമുക്ക് തമ്മിലൊരു ധാരണയിലെത്താൻ വേണ്ടിയാ ഞങ്ങൾ ഇപ്പൊ വന്നത്. ഇപ്പൊ ഞങ്ങളൊരു ചെറിയ തുക അഡ്വാൻസ് ആയിട്ട് തരുന്നു. ഒരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. ഇതുവഴി ഞാൻ പറഞ്ഞില്ലേ, കച്ചവടം നമ്മൾ തമ്മില്. ഇത് എത്ര ഉറുപ്പിണ്ട്? 10,000. ഓ, 5,000. അയ്യേ, ഇതാ. അപ്പൊ കണക്ക് കുറിച്ചിട്ടോ, മറക്കണ്ട. കച്ചവടം ഉറപ്പിച്ചു. തങ്കുവക പറ്റ് 5,000 ഉറുപ്പ്യ. കുമാരൻ കൂട്ടുപടിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് വിവരം അറിയിക്കും. അപ്പൊ ബാക്കി ഓക്കെ. എടാ മോനെ, ഈ പങ്കുവച്ചോടെ അത്ര പണ്ടി അല്ലോടാ. അതെന്താ? അത് കാര്യമുണ്ട്, പറയാം. ജോളിയായില്ലേ? നമ്മളിപ്പോ അവര് 10,000 ഉറുപ്പ്യ തന്നപ്പോ 5,000 ഉറുപ്പ്യ നീ എടുത്തു. അതിന്റെ കണക്കെന്താ? 50-50. എന്താ 50-50 എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പങ്കുവച്ചോടം തുടങ്ങിയത്? അത് ലാഭത്തിൽ 50 എന്നല്ലേ പറഞ്ഞത്? അതെ. കണ്ണാടി വാർക്കാൻ പോകുന്നതിന് മുമ്പ് ലാഭമാണോ നഷ്ടമാണോ എന്ന് എങ്ങനെ പറയണത്? കാര്യമൊക്കെ കാര്യം. ഇമാതിരി മനുഷ്യന്മാരെ മക്കാരാക്കണ പരിപാടി ഉണ്ടല്ലോ, അത് നടക്കൂലട്ടോ. വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. എന്നെ പിണക്കിയിട്ട് കണ്ണാടി കൂട്ട് പഠിക്കാന്ന് വിചാരണ്ടോ കറുത്തച്ഛനും മക്കൾക്കും? എങ്കിൽ അതൊന്ന് കാണണം. മറ്റേ കൂടോത്രക്കാര്യം കുപ്പോച്ചനോട് എന്ന് പറയുവോ? പറഞ്ഞോട്ടറാ. എന്താ വഴിയുണ്ട്. നീ അവനോട് വൈകിട്ട് വീട്ടിലേക്കൊന്ന് വരാൻ പറ. കറുത്തച്ചോ, കുമാരൻ, ദേവി, ആരുമില്ല ഇവിടെ? ഇവിടെ ആരുമില്ല. ആരുമില്ലേ? എവിടെ പോയി? അവരെല്ലാം കൂടി ഉത്രാളിക്കാവിലെ പൂരത്തിന് പോയിരിക്കുക. പൂരത്തിന് പോണ കാര്യം അവര് പറഞ്ഞില്ലല്ലോ. സരള പോയില്ലേ? ഓ, നമുക്കെന്ത് പൂരം. എന്നാലും ജോളിയായിട്ടൊന്ന് പോയി വരായിരുന്നില്ലേ? ജോളിയോ? അതാരാ? അയ്യോ, ജോളി എന്ന് പറഞ്ഞാ ഹാപ്പി, സന്തോഷം. ഇംഗ്ലീഷിൽ സന്തോഷത്തിന് ജോളി എന്നാ പറയാ. ഞങ്ങൾ പാവങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അവരിനി പൂരവും കണ്ട് പൊടിയും തട്ടി എപ്പോഴാ വരിക? ആവോ, എനിക്കറിയില്ല.
ഈ രാത്രി ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് തിരിച്ചു പോവാ? നല്ല മഞ്ഞും. സരളയ്ക്ക് തണുക്കുന്നുണ്ടോ? പിന്നെ ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. സരളേ, എന്റെ സരളേ, ഈ രാത്രി പുലരാതെ നിനക്ക് അയ്യോ അയ്യോ സരളേ, ഇത് മനുഷ്യസ്ത്രീയല്ല. അയ്യോ, പൂരം ഇവിടെയാണോ? എടാ, നിന്നെ ഞാൻ എടുത്തോളാം. അവനെ കാണുന്നില്ല. എടാ മോനെ ദേവി ഇങ്ങോട്ട് വേണ. എങ്ങനെയുണ്ടാ അച്ഛന്റെ കുട്ട? ഇനി കുപ്പ് അച്ഛനെ നമ്മൾ കൂടോത്രം ചെയ്തു അവൻ പറഞ്ഞു നടന്നാൽ നാട്ടുകാർ വിശ്വസിക്കോടാ? ഇല്ല. നമ്മുടെ വീട്ടിൽ കയറി വന്ന് വേണ്ടാതീനം നടത്തിയപ്പോ നമ്മൾ അടി കൊടുത്തു. ആ വൈരാഗ്യത്തിന് നുണ പറഞ്ഞ് നടക്കുകയാണെന്നല്ലേ നാട്ടുകാർ വിചാരിക്കൂ. ഇതാടാ ബുദ്ധി. അതേടാ ചെറ്റേ, നിന്റെ ബുദ്ധി ഒടുക്കത്ത ബുദ്ധി. അതാടാ കള്ളൻ. കള്ളൻ നിന്റെ തന്ത. എടാ പരട്ട മൂശാരി, നിന്റെ എന്നെ പറ്റിച്ചിട്ട് നീയും നിന്റെ മക്കളും കൂടി പവിത്ര കണ്ണാടി വാർക്കും അല്ലടാ, കോപ്പ് വാർക്കും. കാണാം ഞാൻ ആളാക്കി. നിന്റെ മോൻ കുമാരന് ഉപ്പുവച്ചൻ ആല കൈമാറുന്ന എനിക്കൊന്ന് കാണണം. ഇനി ഞാൻ കൂടോത്രം ചെയ്ത കാര്യം പറഞ്ഞാലല്ലേ ആൾക്കാർ വിശ്വസിക്കാതിരിക്കുള്ളൂ. എടാ തങ്കൂന് വേറെ വഴി ഉണ്ടടാ തെണ്ടി. നീ ഏത് വഴിയെങ്കിലും നോക്കടാ നാറി. ഏതെങ്കിലും വഴി അല്ലടാ, ജഗദമ്മയുടെ മൂശാരി ചക്രപാണി പാലക്കാട്ട് ജീവനോടെ ഇരിപ്പുണ്ട്. അവനും കൂടി അവകാശപ്പെട്ടതാടാ കുപ്പുവച്ചന്റെ ആല. എന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും ചക്രപാണിയെ പാലക്കാട്ടുനിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വരും. തെറ്റിയ ഞാൻ മഹാ ചെറ്റയാടാ, കറുത്ത ചെറ്റ. മൂപ്പര പേര് ചക്രപാണി എന്നാ. കണ്ടാല് ഒരു ഗുസ്തിക്കാരനെ പോലെ. കുട്ടിക്കാരനാണോന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരുന്ന കാണാം. അതാ വീട്. പട്ടിയുണ്ടോ? ഇല്ല. പട്ടിയില്ലല്ലേ? ഒരു മോൻ വെച്ചു പോയി. വാ. നീ ഒരു മനുഷ്യ സ്ത്രീയാണ് ആണെങ്കിൽ ഉത്രാളിക്കാവിലെ പൂരത്തിന് ഒരു മഞ്ഞുള്ള രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഇത് മറ്റേ പീസാണെന്നാ തോന്നുന്നത്. സുരേ, ചക്രവാണി ഒന്ന് കാണാൻ വേണ്ടി. നീങ്ക ആര്? ചക്രവാണി, നീ ഭാഗ്യവാൻ തന്നെ. നീങ്ക ആര്? ഞാൻ തങ്കു, ഷൊർണൂർ. ചക്രവാണിയുടെ നண்பர்கள் 20. എന്താടി അവിടെ? இந்த ஆளு சக்கரபாணியை என்ன பார்க்க வந்திருக்காங்க. എവിടുന്നാ? ഷൊർണൂരിന്നാ. ആ തങ്കോ വാടാ. സുര വാടാ. എന്റെ ദൈവമേ, സുര മെലിഞ്ഞു മെലിഞ്ഞ് ആളെ ഇതെന്താ സാധനം? നമ്മുടെ ചെങ്ങായിടാ. നീ എന്തിനാ വന്നേ? അല്ല വരുമ്പോട്ടാ, നിങ്ങൾ ആലയിലേക്ക് വരാത്തോണ്ട് ഒരു ഉഷാറുമില്ല. അത് ശരിയാ. അസത്ത് നാടിനും വീടിനും പേര് കിട്ടുണ്ടാക്കി നടക്കുക. എനിക്കിത്തിരി സംസാരിക്കാനുണ്ട്. മനസ്സറിഞ്ഞല്ലെങ്കിലും നിങ്ങൾക്ക് പിണഞ്ഞതിനൊക്കെ കാരണക്കാരൻ ഞാന്. ആ അവകാശത്തിലാണെന്ന് കൂട്ടിക്കോ. നിനക്കിങ്ങനെ അവൻ എങ്ങനെ കഴിയുന്നു? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി പുതിയതൊന്ന് എന്ന മോഹത്തിലല്ല ഞാൻ. ശശിയുടെ സ്ഥാനത്ത് നിന്നാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾക്ക് ഞാനുണ്ട്. ഞാൻ എന്താ വേണ്ടത്? ഒരു സഹായം മാത്രം. ജീവിതം തീർന്നു, ഇനി മോഹിക്കാനൊന്നുമില്ലെന്നൊക്കെ ഓർക്കുമ്പോ അതിന്റെ കാരണക്കാരനാണെന്ന് പറഞ്ഞ് 4 വർത്താനം പറയാനുള്ള അവകാശം ഒരു സമാധാനത്തിനാ